Hi friends, welcome back to my channel. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. തീരെ വരയ്ക്കാത്തവർക്കൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യം കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഓക്കെ, അപ്പോൾ ഞാനൊരു ബോട്ടിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിനൊരു ബേസ് കോട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ വൈറ്റ് കളർ യൂസ് ചെയ്തിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ബേസ് കോട്ടാണ് കൊടുക്കുന്നത്. അധികം തിക്നെസ്സിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് ബേസ് കോട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്കൊന്ന് ഡ്രൈ ആക്കണം. അപ്പോൾ ഞാൻ വേഗം ഡ്രൈ ആക്കിയിട്ട് വരാം. ഓക്കെ, നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമുക്കിനി സെക്കൻഡ് കോട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിന് മാസ്കിംഗ് ടാപ്പ് അപ്ലൈ ചെയ്യുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് കളേഴ്സ് കൊടുക്കുന്നത് ഞാൻ മിക്സ് ചെയ്തിട്ടല്ല കൊടുക്കുന്നത്, രണ്ടും രണ്ട് റേഷ്യോയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കോമ്പിനേറ്റ് ചെയ്ത് തന്നെ കൊടുക്കണമെന്ന് വെച്ചാൽ മാസ്കിംഗ് ടാപ്പ് യൂസ് ചെയ്യണം. ഡയറക്റ്റ് ആയിട്ട് സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് കളറിനെ മിക്സ് ചെയ്ത് കോമ്പിനേറ്റ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ മാസ്കിംഗ് ടാപ്പ് കൊട്ടിച്ച് കഴിഞ്ഞ് നമുക്ക് കളർ കൊടുക്കണം. ഇപ്പോൾ ഫസ്റ്റ് മുകളിലായിട്ട് ഞാൻ കൊടുക്കുന്നത് പീകോക്ക് ബ്ലൂ ആണ് കൊടുക്കുന്നത്, അതായത് ഡാർക്ക് ബ്ലൂ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് നമ്മൾ നോർമലി അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്യാം. സെൽ ടാപ്പിൻ്റെ അടിയിലേക്ക് അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് മാസ്കിംഗ് ടാപ്പൊക്കെ പതുക്കെ റിമൂവ് ചെയ്ത് കളയാം. പതുക്കെ റിമൂവ് ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്പീഡിലൊക്കെ വലിക്കുമ്പോൾ ആ കളർ അങ്ങനെ, അതായത് നമ്മുടെ പെയിൻറ്റ് ഇളകി പോരാൻ ചാൻസ് ഉണ്ട്. സോ പതുക്കെ റിമൂവ് ചെയ്ത് കളയാം കേട്ടോ. ടാപ്പ് റിമൂവ് ചെയ്ത് കളഞ്ഞു. രണ്ട് റേഷ്യോ നിങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് പറ്റും. നമുക്ക് അടിഭാഗം ഫില്ല് ചെയ്യാം. ഞാൻ ബോട്ടം പോർഷൻ കവർ ചെയ്യുന്നത് ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് ലൈറ്റ് ഗ്രീൻ ഇല്ലാന്ന് വെച്ചാൽ ഇത്തിരി യെല്ലോയും ഡാർക്ക് ഗ്രീനും മിക്സ് ലൈറ്റ് ഗ്രീൻ കിട്ടും. അല്ലെങ്കിൽ വേറെ നല്ല മാച്ചബിൾ ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നേരത്തെ ചെയ്തപോലെ തന്നെ ഇതും അതുപോലെ കവർ ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കുക. അപ്പോൾ നമ്മുടെ ഫുള്ളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാസ്കിംഗ് ടാപ്പ് റിമൂവ് ചെയ്ത ആ ഒരു ഭാഗത്ത് ചെറിയൊരു എന്താ പറയുക പെയിൻറ്റ് അടർന്ന് പോയിട്ടുണ്ടായിരിക്കും. അത് നോർമലി എന്തായാലും അടർന്ന് പോരുന്നതാണ്. സോ ആ ഒരു ഭാഗം ഫില്ല് ചെയ്യാനായിട്ട് ഗ്രീനോ അല്ലെങ്കിൽ ബ്ലൂവോ ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്താൽ മതി. നല്ല ഫൈൻ ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ലൈൻ ചെയ്ത് നല്ല ഫൈനായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മെയിൻ ആയിട്ടുള്ള സംഭവം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, 3D സ്റ്റിക്കേഴ്സാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പീകോക്കിന് 3D സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ മാർക്കറ്റിലൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സംഭവം തന്നെയാണ് കേട്ടോ ഇതാ. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ വേറെയും സ്റ്റിക്കേഴ്സോ ക്യാരക്ടേഴ്സോ ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് ഞാൻ ബോട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ ഗം ഓൾറെഡി ഡയറക്റ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റാവുന്നതുമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് തന്നെ അധികം കോസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇതിന് ഞാനിപ്പോൾ ഈ വാങ്ങിയ ഒരു ഷീറ്റിന് 20 റുപ്പീസേ അതിന് പ്രൈസ് ഉള്ളൂ. അപ്പോൾ ലോ കോസ്റ്റ് ആണ്, അതുപോലെ നല്ല ഈസിലി അവൈലബിൾ ആണ്. സോ നമുക്ക് ഇതില്ലാന്നുണ്ടെങ്കിൽ ക്യാരക്ടേഴ്സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തീരെ വരയ്ക്കാത്തവർക്കൊക്കെ ഈ ഒരു മെത്തേഡായിരിക്കും കുറച്ചും കൂടിയും ഈസി ആയിട്ടുള്ളത്. നമ്മുടെ പീകോക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള, അപ്പോൾ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി ഇതിലേക്ക് ഡിസൈൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വേറെ ഒന്നല്ല, വൂളൻ ത്രെഡ്സ് യൂസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഡിസൈൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതിനെ നല്ലൊരു അട്രാക്റ്റീവ് ആക്കി മാറ്റാം കേട്ടോ. ഞാൻ വൂളൻ ത്രെഡ്സ് യൂസ് ചെയ്ത് ചെറിയ സിമ്പിളായിട്ട് ഡിസൈൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇമാജിനേഷൻ അനുസരിച്ച് നല്ല സിമ്പിളായിട്ട് ഡിസൈൻസ് ഒക്കെ കൊടുത്ത് ഒന്ന് നല്ല അട്രാക്റ്റീവ് ആക്കി മാറ്റാം കേട്ടോ.
അപ്പോൾ ഞാനത് ഫുള്ളും കംപ്ലീറ്റ് ആക്കി. ഞാൻ സെൻറ്ററിലായിട്ട് ചെറിയ ചെറിയ പേൾസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. ഇതുപോലെ തന്നെ ആ നെക്ക് റീജിയനിലും പേൾസ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ നെക്കിലൊക്കെ പേൾസ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കാം കേട്ടോ, കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, വളരെ സിമ്പിളാണ്. അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ഉപയോഗിക്കും. എല്ലാവർക്കും ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കല്ലേ.